നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകളും കുഴികളും അപകടക്കെണിയായി മാറുന്നു. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ. റോഡിൽ അശ്രദ്ധമായി നിക്ഷേപിച്ച ഹോസിൽ കയറിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. അശ്രദ്ധമായ റോഡിൽ നിക്ഷേപിക്കുന്ന ഹോസുകളും ഇവ സ്ഥാപിക്കുന്നതിനായി തീർത്തിരിക്കുന്ന കുഴികളുമാണ് അപകടക്കെണിയായി മാറുന്നത്. ഹോസുകൾ സ്ഥാപിക്കാനായി സ്ഥാപിച്ച ഓടകൾ മൂടുവാനായി കാലതാമസവും റോഡരികിൽ വലിച്ചിട്ടിരിക്കുന്ന ഹോസുകളുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് റോഡിൽ വലിച്ചിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഹോസാണ്. വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിൽ കിടന്ന ഹോസിൽ വാഹനം കയറുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽക്കൂടെ മുഴുവൻ കൊണ്ടുവന്ന് പൈപ്പിടുന്നതിലുപരി അവർ റോഡിന്റെ സൈഡുകളെല്ലാം മാന്തി ഇട്ടുകൊണ്ട് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം തിരിച്ച് മണ്ണിട്ടാൽ അത് ശരിക്കും ഉറപ്പിക്കാതെ പോവുകയും അതിന്റെ മേളിൽ സമയത്ത് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പല ആളുകൾക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചൊരു പരാതി പറഞ്ഞു. അവരുടെ വീട്ടിലോട്ടുള്ള റോഡ് മാന്തി ഇട്ടേക്കുന്നതിന്റെ പേരിൽ വണ്ടി കയറുന്നില്ല. അവിടെ ഗർഭിണിയായിരിക്കുന്ന ഒരാളെ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ, അവരുടെ വണ്ടി മുറ്റത്ത് കിടന്നിട്ട് വേറെ വണ്ടി വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അതുപോലെ വൈസൈഡിൽ കൂടെ മുഴുവൻ ഇത് വെട്ടിത്താപ്പ് മാറ്റിയിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മൊത്തം പൊടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ രാത്രിയിൽ പന്നിയാർകുട്ടിയിൽ ഒരു വാഹനാപകടം ഉണ്ടായി. ആ വാഹനാപകടം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ആ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കവും നല്ല താഴ്ചയുള്ള വഴിയുടെ സൈഡിൽ കൊണ്ടുപോയി ജലമിഷൻകാർ പൈപ്പ് ഇറക്കിയിട്ടു. ഇത് യാദൃശ്യമായിട്ട് വന്ന വണ്ടിക്കാരൻ കാണാതെ വന്നതിന്റെ പേരിൽ ആ പൈപ്പിലോട്ട് ടയർ കയറി തെന്നി മാറിയാണ് ഇന്നലെ അത്രയും വലിയ ദുരന്തം ഈ രാജാക്കാട് പഞ്ചായത്തിൽ ഉണ്ടായത്. കുടിവെള്ള പദ്ധതിയുടെ അശാസ്ത്രീയ നിർമ്മാണവും കാലതാമസവുമാണ് ജില്ലയിലെ മിക്ക അപകടങ്ങൾക്കും കാരണം. ഇടുക്കിയിലെ വിനൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.